ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാനുഷൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ബുധനാഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്പ് മിക്സഡ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം ഹോങ്കോങ്, ജപ്പാനൊക്കെ ബെറ്റർ ആയിരുന്നു. ഒപ്പം നമ്മൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ബുധനാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അതേസമയം യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ UK, സ്വീഡൻ ഒഴികെ എല്ലാ മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. ഏഷ്യയിൽ സൗദി അറേബ്യ, ജപ്പാൻ ഒഴികെ എല്ലാ മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. ഇനി ചൈനീസ് മാർക്കറ്റുകൾക്ക് 5-ാം തീയതി വരെ ഹോളിഡേ ആണ്. 6-ാം തീയതി ചൊവ്വാഴ്ച, മെയ് 6 ചൊവ്വാഴ്ചയാണ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസത്തെ ആക്ടിവിറ്റീസ്, ഗ്ലോബൽ മാർക്കറ്റുകളിലത്തെ ആക്ടിവിറ്റീസ് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, ബോർഡർ ഇഷ്യൂസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ന്യൂസ് ഫ്ലോസും പോസിറ്റീവ് തന്നെയാണ്. നമുക്ക് ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകളുടെ Q1 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോം, ആമസോൺ, ആപ്പിളൊക്കെ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റും മെറ്റയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ആമസോണും ആപ്പിളും ഇന്നലെ ആഫ്റ്റർ അവേഴ്സിലാണ് റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആപ്പിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.2 ട്രില്യൺ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആമസോണിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. പൊതുവെ അമേരിക്കയിൽ ടെക്നോളജി റിസൾട്ടുകൾക്ക് ശേഷം ഒരു ഒപ്റ്റിമിസമാണ്. അതോടൊപ്പം തന്നെ ബുധനാഴ്ച GDP ഡാറ്റ വന്നിരുന്നു. 2022 ശേഷം ആദ്യമായിട്ട് അമേരിക്കൻ GDP Q1 -0.3 താന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ട്രംപ് അദ്ദേഹത്തിൻ്റെ താരിഫ് റിലേറ്റഡ് ഹാർഡ് ഡിസിഷനൊക്കെ മാറ്റിയേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയിട്ട് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഒപ്പം US ഫെഡ് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് തന്നെ റേറ്റ് കട്ട് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വന്നിരിക്കുന്ന പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ചൈന US ഗവൺമെൻറ്റായിട്ട് താരിഫ് റിലേറ്റഡ് ഡിസ്കഷന് തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇന്ന് US സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഡിഫൻസ് റിലേറ്റഡ് നമ്മുടെ ബോർഡറിലുള്ള ഇഷ്യൂ തന്നെയാണ് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ വേദാന്ത എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും വേദാന്തയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒപ്പം കോറാമൻഡൽ ഇന്റർനാഷണൽ എക്സലൻ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പാരാസ് ഡിഫൻസ് എക്സലൻ്റ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് 5 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. മറ്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹോം ഫസ്റ്റ് ഫിനാൻസ് നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറ്റേണൽ, സൊമാറ്റോയുടെ പാരന്റ് കമ്പനിയാണ്. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ട്. അതോടൊപ്പം തന്നെ സൊമാറ്റോ ക്യുക്ക് എന്ന് പറയുന്ന 15 മിനിറ്റിൽ ഉള്ളിൽ ഡെലിവറി കൊടുക്കുന്ന പ്ലാറ്റ്ഫോം അവർ 3-4 മാസത്തെ ട്രയൽ റണ്ണിന് ശേഷം ക്ലോസ് ചെയ്യാണ്. നഷ്ടമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് അതാത് സ്റ്റോക്കുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്, നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ സൊമാറ്റോയുടെ എറ്റേണലിൻ്റെ റവന്യൂ ഹയർ സൈഡിലാണ് വന്നിരിക്കുന്നത്. റെയിൽ ടെൽ എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നല്ല രീതിയിലൊരു പോസിറ്റീവ് റിയാക്ഷൻ റെയിൽ ടെല്ലിൽ ഇന്ന് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ JSW, ഇൻഫ്ര, IOC ഈ കമ്പനികളൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 രൂപയാണ് IOCയുടെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനി പോർട്ട്
ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അഡാനി എൻ്റർപ്രൈസസ് അതറിംഗ് ആണ്. പക്ഷേ നമ്മൾ റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അഡാനി എയർപോർട്ട് ഹോൾഡിങ്ങിൻ്റെ റിസൾട്ടും ബെറ്റർ റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും അഡാനി ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഏപ്രിൽ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ നോക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സ് അതുപോലെ തന്നെ M&M ആണ് എക്സലൻറ്റ് സെയിൽസ് ഫിഗേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. മാരുതിയും നല്ല ഫിഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകൾ. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഫിഗർ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ആ സ്റ്റോക്കിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. BYD ചൈനീസ് കമ്പനിയാണ് ഏപ്രിലിലെ ഹ്യൂജ് സെയിൽസ് ഫിഗറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ 5 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യുന്ന ബാറ്ററി വെച്ചിട്ടുള്ള വെഹിക്കിൾസും ജൂലൈ മുതൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BYD ഒരു ഇന്നോവേഷനാണ്. EV വെഹിക്കിൾ രംഗത്ത് ഉള്ളൊരു ഇന്നോവേഷൻ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലേക്കും ഇത്തരത്തിലുള്ള വെഹിക്കിൾസ് ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പഴയ റിലയൻസ് നേവൽ ഡിഫൻസ് ആണ്. വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീൽ ആൻഡ് ഷിപ്പിംഗ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്ന വീൽ ആൻഡ് ടൈം ഷിപ്പിംഗ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് എന്ന കമ്പനിയായിട്ട് ട്രൈയപ്പിലെത്തിയിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം എന്നും അപ്പർ സീലിംഗ് ആണ്. 94.5% ഈ കമ്പനിയുടെ ഹോൾഡ് ചെയ്യുന്ന സ്വാൻ എനർജിയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം മറ്റൊരു സ്ട്രോങ് ആയിട്ട് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്ക് ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. അവരുടെ പുതിയൊരു ലീൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും കൂടി ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ് വളരെ ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആസാദ് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. BSE കോമൺ കോൺട്രാക്ട് നോട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ സ്മാർട്ട് ഓർഡർ റൗട്ടിങ്ങും കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻ അലവ് ചെയ്യാണ്. ഇങ്ങനെ വരുമ്പോൾ ഏത് എക്സ്ചേഞ്ചിലാണ് റേറ്റ് കുറവുള്ളത് ആ എക്സ്ചേഞ്ചിലത്തെ ഓർഡർ ആയിരിക്കും മുമ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. BSEനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം BSE കമ്പോണൻസ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ഇൻഡെക്സുകളിൽ മേലുള്ള മന്ത്ലി കോൺട്രാക്റ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ BSEനെ സംബന്ധിച്ച് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ NSEയുടെ IPO വരികയാണെങ്കിൽ ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് BSEനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് അനുസരിച്ച് ആക്സിസ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി MD ഉണ്ട് രാജീവ് ആനന്ദ്. അല്ലെങ്കിൽ കാത്തലിക് ശ്രീറാം ബാങ്കിലുള്ള പ്രളയ് മൊണ്ടൽ, കോട്ടക് ബാങ്കിൽ നിന്നുള്ള ഒരു പ്രൊഫഷണലും കൂടി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ്. ആക്സിസ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി MD ആയിരിക്കും പുതിയ MD ആയിട്ട് വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് റിലേറ്റഡായ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡറിലത്തെ ഇഷ്യൂ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ആക്ടിവിറ്റീസൊക്കെ വളരെ പോസിറ്റീവാണ്. Q1 ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യമായിട്ട് 22 വർഷത്തിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. NSE കമ്പനികളിൽ 17.62% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 17.22% ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. റീറ്റെയിലേഴ്സും ഡൊമസ്റ്റിക് ഫണ്ടുകളും കൂടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മെച്യൂരിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ NBCC 95.66 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. NCC 1663 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. HBL എഞ്ചിനീയറിംഗ് കവച് ഇംപ്ലിമെൻറ്റേഷൻ 145.83 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. GR ഇൻഫ്ര 4262.78 കോടി രൂപ ഓർഡറൊക്കെ ബാഗ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസുകളൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ IDFC ഫസ്റ്റ് ബാങ്കിൽ വാർബർഗ് പിങ്കസ് 10% സ്റ്റേക്ക് എടുക്കാനായിട്ട് അപ്രൂവലിന് വേണ്ടി RBI അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസും IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച്
സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഈ ധനകാര്യ വർഷത്തിൽ നമ്മളെ സംബന്ധിച്ച് 1 ലക്ഷം കോടി രൂപയുടെ ടാക്സ് സേവിങ് കൂടി വരികയാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇതൊരു പോർഷനും കൂടി നമ്മുടെ മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബോർഡർ അൺസർട്ടനിറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റിലായി മാറി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. നമ്മുടെ GST കളക്ഷൻ 2.37 ലക്ഷം കോടിയാണ്, റെക്കോർഡ് ഫിഗറാണ് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിന് തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ധാരാളം സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യാണ്. ടോപ്പ് 100 ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ 77ാമത്തെ റാങ്കാണ് ടോപ്പ് 100ൽ. ബോംബെയിൽ ഹബ്ബായിട്ട് ഇന്ത്യയിൽ അവരുടെ സെൻറ്ററുകൾ ആരംഭിക്കുകയാണ്. 2 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി ഗിഫ്റ്റ് സിറ്റിയിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയർലൻഡിൽ നിന്നും UK-യിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളും ഗിഫ്റ്റ് സിറ്റിയിൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഫോറിൻ ടൂറോ അല്ലെങ്കിൽ ഫോറിനിലൊന്നും പോയി എഡ്യൂക്കേഷന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ട, കാശും സ്പെൻഡ് ചെയ്യേണ്ട, മറിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ത്യയിൽ വരികയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഹഡ്കോനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. PFCക്ക് RECക്കും ശേഷം ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള സെക്ഷൻ 54 EC പ്രകാരം ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷനും കൂടി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 1.5 വർഷത്തിനുള്ള NPA റിലേറ്റഡ് ഇഷ്യൂസൊക്കെ സെറ്റിൽ ചെയ്യുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹഡ്കോനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 27.3% ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഡിക്സൺ ടെക്നോളജീസ് പുതിയൊരു JV വന്നിട്ടുണ്ട്. ഇൻവെൻടെക് കോർപ്പറേഷൻ എന്ന് പറയുന്ന തൈവനീസ് കമ്പനി ആയിട്ടാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു JV-ആണ്. ഡിക്സനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. എല്ലാവരും തങ്ങളുടെ പൊസിഷൻസ് ബോർഡർ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നവരെ ഹെഡ്ജ് ചെയ്ത് പോകുന്നതായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എന്തെങ്കിലും കാരണവശാൽ വലിയൊരു നെഗറ്റീവ് ന്യൂസ് ഫ്ലോ വന്ന് മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് അല്ലെങ്കിൽ ക്രാഷൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് സേവ് ചെയ്യാനാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയ് 29 അവസാനിക്കുന്ന കോൺട്രാക്റ്റ് വെച്ചുകൊണ്ട് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് വെച്ചുകൊണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഹെഡ്ജ് ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ആക്ടിവിറ്റി ഒന്നും വന്നില്ലെങ്കിൽ ഈ നിഫ്റ്റി പുട്ട് ഓപ്ഷൻ അറ്റ് ദ മണി പുട്ട് ഓപ്ഷനാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് കൊടുത്ത പ്രീമിയം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അതൊരു ഇൻഷുറൻസ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഷുർ ചെയ്യാനായിട്ട് ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അത്തരത്തിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്, പോസിറ്റീവ് ബയാസ് തന്നെയാണ്. ബോർഡർ ന്യൂസ് ഫ്ലോസ് ആണ് ഒരു പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ച് ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ഡിസ്കഷൻ വരുന്നു. താരിഫ് ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റൽ സെക്ടർ തൊട്ട് എല്ലാ സെക്ടറിനും പോസിറ്റീവാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. ഗോൾഡ് അറൗണ്ട് $140 താഴെ വന്നിരുന്നു. നമ്മൾ ബുധനാഴ്ച മോർണിംഗിലത്തെ റേറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $3201.2 പെർ ഔൺസ് വരെ താഴെ വന്നിരുന്നു. പക്ഷേ വീണ്ടും റിക്കവറിയാണ്. ഇന്ന് മോർണിംഗിൽ $3248 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ നമ്മൾ ബുധനാഴ്ച മോർണിംഗിലത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ഇന്ത്യൻ റുപ്പിയാണ് ബുധനാഴ്ച വലിയ രീതിയിൽ റിക്കവറി നേടിയിട്ടുണ്ടായിരുന്നത്. 84.47 ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരുന്നത്. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് കമോഡിറ്റി കറൻസി രംഗത്തൊന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, ബോർഡർ ന്യൂസ് ഫ്ലോസ് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.